നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക്. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഒരു ഷിഗല്ല മരണം കൂടി. 12 ഷിഗല്ല കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രതിദിന ഡെങ്കി കേസുകളുടെ എണ്ണം 100 കടന്നു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 5ാം മരണം. ഡെങ്കിപ്പനി ബാധിച്ച് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹൻ മരിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഡ്രൈ ഡേ ആചരിക്കുക. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കും. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരാൻ നിർബന്ധിതരാണെന്ന് മുഖ്യമന്ത്രി. കരിക്കുലം തീരുമാനിക്കാനും സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുമുള്ള അധികാരം സംസ്ഥാനത്തിന് നൽകണമെന്ന് കരാറിൽ വ്യവസ്ഥ വയ്ക്കും. വൈദ്യുതി ലഭ്യതയിൽ വൻ കുറവ് മൂലം ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം. വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. വൈദ്യുതി ലഭ്യതയിൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടായതായി KSEB. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട് ഇന്ന് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 21 മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കൊയിലാണ്ടി പന്തലായിനി കാട്ടുവയലിൽ ഇടിമിന്നലിൽ വീട് തകർന്നു. നാഗപ്രഭയിൽ നാഗരാജിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് ഇടിമിന്നലിൽ തകർന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് അപകടം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നന്ദി പറയുന്നത് വടകരയിലെ ജനങ്ങളോടെന്ന് ഷാഫി പറമ്പിൽ MP. CPM വർഗീയ പോയിസൺ ആവാൻ പാടില്ലായിരുന്നുവെന്നും CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും ഷാഫി പറമ്പിൽ. കാഫിർ കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്തെ വനിതകൾ ഉത്സവ പ്രതീതിയോടെ ഏറ്റെടുത്തുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സൗജന്യ യാത്രാ പദ്ധതി നിലവിലുണ്ടെങ്കിലും പണം നൽകി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നിലവിൽ അത്തരത്തിലൊരു സംവിധാനമില്ലെന്നും സൗജന്യ യാത്ര ആഗ്രഹിക്കാത്തവർ ഓർഡിനറി ബസ്സുകൾ ഒഴിവാക്കണമെന്നും മന്ത്രി. ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ജയത്തുടക്കം. അൾജീരിയയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. മെസ്സിക്ക് ഹാട്രിക്. പോർച്ചുഗൽ കോങ്കോ മത്സരം രാത്രി 10:30 മുതൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.